ഹായ് ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുളങ്ങരക്കൽ ക്ഷേത്രത്തിൽ മോക്കൊരു കാവടി നേർച്ചയുണ്ടായിരുന്നേ. അതിൻ്റെ വീഡിയോസും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ അന്ന് ആ അമ്പലത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അവിടെ ശൂലം കുത്താൻ വന്നവരുണ്ട്, പീലിക്കാവടി എടുക്കാൻ വന്നവരുണ്ട്, പിന്നെ അഗ്നിക്കാവടിയുണ്ട്. ഇതെല്ലാം ഞാനുണ്ട് ഈ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം മോള് കാവടി എടുക്കുന്നുണ്ട്, മോളുടെ കൂടെ നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ വീഡിയോയും കിട്ടിയിട്ടില്ല, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മാക്സിമം പറ്റുന്ന അത്രയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അവിടെ ആദ്യത്തെ ശൂലം കുത്തുന്നുണ്ട് ഈ ചേട്ടൻ്റെ ആയിരുന്നേ. അവിടെ നിങ്ങൾക്കും കാണിച്ചു തരാവേ. ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് എനിക്കിതൊന്നും ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഭയങ്കര വിശ്വാസമുള്ള കൂട്ടത്തിലല്ലായിരുന്നേ. പക്ഷേ ഇപ്പം ഇതൊക്കെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയുക, നമുക്ക് തന്നെ ശരീരമൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫീലിങ്ങാണ് അവിടെ നിൽക്കുമ്പോൾ. ഭയങ്കര ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം അന്നേരം അവിടെ. ഈ ഹരഹരോ എന്നുള്ള വിളി മാത്രമായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ശൂലം കൂട്ടൊക്കെ കഴിഞ്ഞ് ചെറിയ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശൂലം കൂട്ടാനായിട്ട്. അവർക്കൊക്കെ ചെറിയ ശൂലമായിരുന്നു. എൻ്റെ ശൂലം കൂടി പോകുന്നുണ്ടോ. ഇതിനകത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ ശൂലം കുത്താനായിട്ട്. കണ്ടോ. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ, നേരിട്ട് കാണുമ്പോൾ അത് വേറൊരു അനുഭവമാണ്. പക്ഷേ ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ അത് എത്രമാത്രം അത് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോഴും നേരിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംഭവം, അത് ഭയങ്കര രസമുള്ളൊരു അനുഭവമാണ്. രസമല്ല, ഒരു ഭക്തി, വല്ലാത്തൊരു ഭക്തി ഉണ്ടാവുകയും നമ്മളല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ അവിടെ ഉണ്ടാവും. ഈ ശൂലം കുത്താൻ നിൽക്കുന്നവരെ ഞാൻ പറഞ്ഞില്ല, 2 മാസമൊക്കെ വ്രതം നിന്നിട്ട് അവർ ഈ ശൂലം കുത്തുന്നത്. അന്നേരം ഈ ശൂലം കുത്തുന്നതിന് മുമ്പ് ഈ ചുറ്റും നിൽക്കുന്നവർ ഹരഹരോന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാണ്ടാവുന്ന ഒരവസ്ഥ, ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ അല്ലാതെ കാണുമ്പോൾ നമ്മൾ ഇതെന്തൊക്കെ കാണിക്കുന്നത്. പക്ഷെ നേരിട്ട് കണ്ടാൽ അതെന്താണെന്നും അതെങ്ങനെ അത് സംഭവിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ അത് നേരിട്ട് കാണണം കേട്ടോ. ഇത് ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിൽ മാരാരത്തോട്ടത്ത് കുളങ്ങരക്കൽ ക്ഷേത്രമാണ്. അതവിടെ കണ്ട വേറൊരു ശൂലം കുത്താണ് ഈ കാണുന്നത്. നോക്കിയതാണ്ട് ദേഹത്ത് ഫുള്ള് ശൂലം കുത്തിയിട്ട് ഒരു മയിൽപ്പീലി പോലെ. നോക്കിയേ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട്? ഈ പ്രാവശ്യം കുറച്ചധികം പേരുണ്ടായിരുന്നു കേട്ടോ ശൂലം കുത്താൻ. അങ്ങനെ എല്ലാവരും ശൂലം കുത്തിയിട്ട് ഇങ്ങനെ വരിയായിട്ട് അവിടെ കൊണ്ട് നിർത്തുക. അതിനുശേഷം കാവടിക്കാർ ഫുള്ള് മുന്നേ പോയതിന് ശേഷം ഇവരതിന് പുറകെ നടന്നു വരും. കാവടി കുളങ്ങരക്കൽ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി മാരാരത്തോട്ടം മഹാദേവ ക്ഷേത്രത്തിൽ ചെന്നിട്ട് അവിടെ കുറച്ചു നേരം ഭഗവാനെ കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ച് കുളങ്ങരക്കൽ ക്ഷേത്രത്തിൽ എത്തുന്നതാണ് ഇതിൻ്റെ ആചാരം. ഇതാണ് ബിച്ചു. മോളുടെ കാവടി നേർച്ചയ്ക്കായിട്ടാണ് ഞാൻ ഇതിനകത്ത് പങ്കെടുത്തത്. ഞാൻ ആദ്യമായിട്ടാണ് പക്ഷേ ഇതെല്ലാം കാണുന്നതും കേട്ടോ. ഞങ്ങളുടെ അമ്മയും അനിയത്തിയൊക്കെ കാവടി എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞു കേട്ടിട്ട് ഞാൻ നേർച്ചയായിട്ട് നടന്നതായിരുന്നു.
അങ്ങനെ ഈ പ്രാവശ്യം കൊണ്ടുപോയി കാവടി എടുപ്പിച്ചു. അത് കണ്ടപ്പോൾ മൂത്ത ആൾക്ക് ഒരാഗ്രഹം തോന്നി. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം മൂത്ത ആളും കാവടി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കുളകരക്കൽ ക്ഷേത്രത്തിലെത്തി. അവിടെ വന്നിട്ടുണ്ട് ഓരോരുത്തരുടെ ശൂലം ഊരി മാറ്റുന്നതാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ കാവടിയും ശൂലം കുത്തുമൊക്കെ. പക്ഷെ അവിടെ എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ ഈ ശൂലം കുത്തിയവരും കാവടി എടുത്തവരും ഒക്കെ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്ത് മനസ്സിൽ വിചാരിച്ചിട്ടാണോ നമ്മളിത് ചെയ്യുന്നത് അതെന്തായാലും നടക്കും എന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട് ഇതിൻ്റെ പുറകിൽ. അതുകൊണ്ട് അഗ്നിക്കാവടിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അഗ്നിക്കാവടിയിൽ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് ലാസ്റ്റത്തെ കുറച്ച് വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അത് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണേ. ബായ്. അത് തിരിച്ച് വീട്ടിലേക്ക് പോവാണേ.